സ്ലേറ്റിലെ 7ാമത്തെ ചാപ്റ്ററിൽ 3 സോഫ്റ്റ്വെയറുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിൽ ബാക്കി 2 സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ജിയോജിബ്ര, നമുക്ക് ഒരുപാട് ജിയോമെട്രിക് സ്ട്രക്ചേഴ്സ് ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടൊന്ന് പഠിച്ചാലും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ച് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ജിയോമെട്രിക് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജിയോജിബ്ര ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. എന്നിട്ട് ജസ്റ്റ് ജിയോ എന്ന് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ജിയോജിബ്ര എന്ന ആപ്ലിക്കേഷൻ വരും. ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതിൽ ഈ ഒരു 2 ലൈൻസ് ഉണ്ട്. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്, എക്സ് അക്ഷം. ഈ കുത്തനെയുള്ള ഇതിനെയാണ് നമ്മൾ വൈ ആക്സിസ് അഥവാ വൈ അക്ഷം എന്ന് പറയുന്നത്. ആ കാര്യം ക്ലിയർ ആണ്. ഇവിടെ നടുവിൽ 0 0 ആണ് എന്നുള്ള കാര്യം അറിയാം. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 1 2 3 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ സൂം ചെയ്തിട്ടും സൂം ഔട്ട് ചെയ്തിട്ടും നോക്കാം. ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ചെറിയ ഈ ഒരു വിൻഡോ ഇല്ല, ഇതിനെയാണ് നമ്മൾ ഓൾജിബ്ര വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഓൾജിബ്ര വ്യൂ ഇവിടെ ഇല്ല എങ്കിൽ വ്യൂവിൽ പോയിട്ട് ഇവിടെ ഫസ്റ്റ് തന്നെ ഓൾജിബ്ര എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഓൾജിബ്ര ഇങ്ങോട്ടേക്ക് വന്നോളൂ. ഓൾജിബ്ര വ്യൂ എന്ന് പറയുന്ന ആ ഒരു വിൻഡോ ഇങ്ങോട്ട് വരും. അതേപോലെ ഒരു ഷോർട്ട് കട്ട് കൂടി ഉണ്ട്. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് എ എന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഓൾജിബ്ര വ്യൂ എന്ന് പറയുന്ന ആ ഒരു വിൻഡോ നമുക്ക് ഇങ്ങനെ കിട്ടും. ആ ഷോർട്ട് കട്ട് ഒന്ന് ഓർത്ത് വെക്കണം, ചിലപ്പോൾ തിയറിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആദ്യം ഇതിൽ പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഇതിലേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാന്നുള്ളതാണ്. പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോയിന്റ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഈ ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ സൂചക സംഖ്യ, ആ ഒരു ഇൻഡെക്സ് നമ്പർ ഇവിടെ കാണാൻ പറ്റും. 1,2. നമുക്കറിയാം ഇവിടെ ഒന്നാമത്തേത് എക്സ് ആക്സിസിന്റെ ആണ്, രണ്ടാമത്തേത് വൈന്റെ ആണ്. എക്സിന്റെ നേരെ കണ്ടില്ലേ ഇവിടെ 1 ആണ്, അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതേപോലെ വൈ ആക്സിസ് ഉണ്ട്, വൈ ആക്സിസിന്റെ നേരെ ഇവിടെ 2 ആണ്. അങ്ങനെയാണ് 1,2. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ക്ലിയർ. ഇനി വേറെ ഒരു സ്ഥലത്ത് ഞാനൊരു പോയിന്റ് അടയാളപ്പെടുത്തുന്നതാണ്. ഇവിടെ ഞാനൊരു പോയിന്റ് അടയാളപ്പെടുത്തുമ്പോഴും അതേപോലെ തന്നെ ആ ഒരു ബിന്ദു ഇവിടെ അടയാളപ്പെടുത്തിയാൽ അതേപോലെ അതിനെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പം വേറെ ഒരു പോയിന്റ് ഇവിടെയാണ് അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇവിടെയും ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ലൈൻ ടൂൾ ഉണ്ട്. ഈ ലൈൻ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ എനിക്ക് ഈ 2 ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന ഒരു ലൈന് കിട്ടി. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ആ ഒരു ലൈന് നമ്മൾ വരച്ചപ്പോൾ x + y = 3 എന്ന് കൃത്യമായിട്ട് വരികയും ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു 3യിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അത് നോത്ത് വെച്ചേക്കാം. ഇപ്പൊ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സമയവും പോയിന്റും ലൈനും ഒക്കെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. മുകളിലുള്ള ആവശ്യമുള്ള ഓരോ ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഈ ടൂളുകളൊന്നും ഉപയോഗിക്കാതെ എങ്ങനെയാണ് ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക, എങ്ങനെയാണ് ഒരു സെഗ്മെന്റ് വരയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഇവിടെ ജിയോജിബ്രയിൽ പഠിക്കുന്നത്. അപ്പൊ ഞാൻ നിലവിലുള്ള ഇത്ര സമയം മാർക്ക് ചെയ്തത് മുഴുവൻ കളയാണ്. ഓക്കെ, എന്നിട്ട് താഴെ വരിക. താഴെ ഇൻപുട്ട് എന്ന് കാണാം. ഇതിനെയാണ് നമ്മൾ ഇൻപുട്ട് ബാർ എന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് ബാർ വഴിയും നമുക്ക് ഈ ടൂളുകളൊന്നും യൂസ് ചെയ്യാതെ പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പോയിന്റ് മാർക്ക് ചെയ്യാൻ ഇൻപുട്ട് ബാറിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എ എന്ന് കൊടുക്കുന്നു. ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ബ്രാക്കറ്റ് അവിടെ ക്ലോസും ആയിക്കോളും. ആ ബ്രാക്കറ്റിന്റെ ഇടയിൽ നമുക്ക് ആവശ്യമായുള്ള സൂചക സംഖ്യ കൊടുക്കാം. ഞാനിവിടെ 1,2 എന്ന് കൊടുക്കുന്നു. എന്നിട്ടൊന്ന് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, കൃത്യമായിട്ട് അവിടെ ആ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഓൾജിബ്ര വ്യൂ നോക്കിയാലും അവിടെ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് കാണിക്കുന്നത് കാണാം. ഇതേപോലെ ഇൻപുട്ട് ബാർ വഴി നമുക്ക് ആവശ്യമായുള്ള പോയിന്റുകൾ മാർക്ക് ചെയ്യാം. ഞാനിനി വേറെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ബി എന്ന് കൊടുക്കുന്നു, ക്യാപിറ്റൽ ലെറ്ററിൽ ബി കൊടുക്കുന്നു, ബ്രാക്കറ്റ് കൊടുക്കുന്നു. അതിൽ ഞാൻ 1,3 എന്ന് കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇതാ ഇവിടെയായിട്ട് അടുത്ത പോയിന്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 4 പോയിന്റ് മാർക്ക് ചെയ്യാണ്. സി എന്ന് കൊടുക്കുന്നു, ബ്രാക്കറ്റിൽ 1,4. അടുത്തൊരു പോയിന്റ് കൂടി നമുക്ക് കിട്ടി. ഇനി ഒരു പോയിന്റ് കൂടി അടയാളപ്പെടുത്തുകയാണ്. ഡി എന്ന് കൊടുത്തിട്ട് 1,5 എന്ന് കൂടി കൊടുത്തു. സോ 4 പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇൻപുട്ട് ബാർ വഴി ഇതിലേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യേണ്ട ചോദ്യങ്ങളിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യല്ലോ. ഓക്കെ, ഇനി നമ്മൾ വര, അതായത് ഈ
പോയിന്റുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വര എങ്ങനെയാണ് വരക്കുക, സെഗ്മെന്റ് എങ്ങനെയാണ് വരക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതിനായിട്ട് ഇൻപുട്ട് ബാറിലേക്ക് വരിക. ഒന്നിക്കൽ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈനിന്റെ താഴെ ഒരു ചെറിയ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്താൽ സെഗ്മെന്റ് വരക്കാനുള്ള ടൂൾ ഉണ്ട്. എന്നാൽ ഈ ടൂൾ ഉപയോഗിക്കാതെയാണ് നമ്മൾ വരക്കാൻ വേണ്ടി പോകുന്നത്. സിമ്പിൾ ആണ്. ഇൻപുട്ട് ബാറിൽ സെഗ്മെന്റ് ക്യാപിറ്റൽ ലെറ്ററിൽ എസ് കൊടുക്കുക, ഇ കൊടുക്കുക, ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററിൽ കൊടുത്താൽ മതി. സെഗ്മെന്റ് എന്ന് ടൈപ്പ് ചെയ്യാം. സെഗ്മെന്റ് കുറച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സജഷൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സെഗ്മെന്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റിന്റെ ഇടയിൽ എന്ത് ചെയ്യാം, ഇവിടെയുള്ള ആദ്യത്തെ പോയിന്റ് ഏതാ, എ അല്ലേ, ആ എ എന്നുള്ളത് അവിടെ കൊടുക്കുക. ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്റർ എ കൊടുത്തു. എന്നിട്ട് ഒരു കൊമ ഇടുക. ഇനി നമുക്ക് ആ ഒരു സെഗ്മെന്റ് വരയ്ക്കേണ്ടത് ഡി വരെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റർ ഡി കൊടുക്കുക. ഇനി ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കി. അപ്പോൾ ഒരു സെഗ്മെന്റ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ. സെഗ്മെന്റും നമ്മൾ പഠിച്ചു, പോയിന്റും നമ്മൾ പഠിച്ചു. ഇതാണ് ആദ്യ ഭാഗത്ത് ഈ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ടേബിളാണ്. ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട ആ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഇവിടെ ഞാനൊരു ടേബിൾ കൊടുത്തതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ ഇക്വേഷൻസും ഓരോ സമവാക്യങ്ങളും നമ്മൾ ഇൻപുട്ട് ബാറിൽ ചെയ്തു നോക്കും. എന്നിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കും. അതോടുകൂടി ജിയോജിബ്രയിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു 10ാം ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിയും. ആദ്യം നമുക്ക് y = 2 ഇത് നമുക്ക് നമ്മുടെ ഇൻപുട്ട് ബാറിൽ കൊടുക്കണം. അപ്പം ഞാൻ തൽക്കാലം ഇതുവരെ വരച്ചതൊക്കെ അങ്ങോട്ടേക്ക് കളയാണ്. ഓക്കെ, ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് തിരിച്ച് പുറകോട്ട് പോകണ്ടെങ്കിൽ, അതായത് അൺഡു ചെയ്യണ്ടെങ്കിൽ കീബോർഡിലെ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് Z അമർത്തിയാൽ മതി. അപ്പോൾ ഇതേപോലെ പുറകോട്ടേക്ക് പോയിട്ട് ആ പഴയ രീതിയിലേക്ക് നമുക്ക് കിട്ടും. ഞാനിവിടെ ഇൻപുട്ട് ബാറിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് y = 2 ആണ്. സ്മോൾ ലെറ്ററിൽ y കൊടുക്കുന്നു, ഈക്വൽ ടു ഇടുന്നു, 2 കൊടുക്കുന്നു. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കി. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും വന്നിട്ടുണ്ട് y = 2. ഓൾജിബ്ര വ്യൂവിൽ നോക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, എക്സ് ആക്സിസിന് പാരലലായിട്ട് സമാന്തരമായിട്ടൊരു ലൈൻ കിട്ടി. എക്സ് ആക്സിസിന് സമാന്തരമായിട്ട് നമുക്കൊരു ലൈൻ കിട്ടി. ഇനി ഞാനിവിടെ പോയിന്റ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. വേറെ ഒരു സ്ഥലത്തും കൂടി പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അപ്പൊ നോക്കിയേ, ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ, അതിന്റെ കോർഡിനേറ്റ്സ് അവിടെയുള്ള ആ ഒരു സൂചക സംഖ്യ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതിലെ y എന്ന് പറയുന്ന ഭാഗത്ത്, വൈയുടെ ഭാഗത്ത് 2 തന്നെയാണ് വരുന്നത്. അതെവിടെ മാർക്ക് ചെയ്താലും ശരി അതിന്റെ y എന്ന് പറയുന്നത് 2 ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. The y index is always 2. The line is parallel to the x-axis. y സൂചക സംഖ്യ എപ്പോഴും 2 ആയിരിക്കും. ഈ രേഖ x അക്ഷത്തിന് സമാന്തരമാണ്. ക്ലിയർ അല്ലേ? അത് നമ്മൾ കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചെയ്തു നോക്കാം. അടുത്തത് x = y. നേരെ ഇൻപുട്ട് ബാറിലേക്ക് വരിക. x സ്മോൾ ലെറ്റർ x കൊടുക്കുന്നു, ഈക്വൽ ടു കൊടുക്കുന്നു, y കൊടുക്കുന്നു. ഇനി എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കിയേ. ഓൾജിബ്ര വ്യൂ നോക്കാം. x = y എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയേ, ഇവിടെ ഒറിജിനിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലൊരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, അതേപോലെ ഇവിടെയും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എന്താ അതിന്റെ പ്രത്യേകത, എക്സിന്റെ ആ ഒരു സൂചക സംഖ്യയും y സൂചക സംഖ്യയും സെയിം ആണ്. എക്സ് സൂചക സംഖ്യയും y സൂചക സംഖ്യയും സെയിം ആണ്. എവിടെ പോയിന്റ് എടുത്താലും x സൂചക സംഖ്യയും y സൂചക സംഖ്യയും സെയിം ആയിരിക്കും. ഇതും ക്ലിയർ അല്ലേ? അത് തന്നെയാണ് ഈ ഒരു ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്. എക്സ് വൈ സൂചക സംഖ്യകൾ തുല്യമാണ്. ഈ രേഖ ആധാര ബിന്ദുവിലൂടെ ഒറിജിനിലൂടെ 0,0 കടന്നു പോകുന്നു. അപ്പൊ ഇതും നോക്കിയല്ലോ. ഈ 2 ഇക്വേഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കി. ഇനി മൂന്നാമത്തേലേക്ക് കിടക്കാം. x - y = 5 നോക്കാം. താഴെ കൊടുക്കുക x - y = 5. x - y = 5 എന്ന് കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇവിടെ നമുക്കൊരു ലൈന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ലൈനിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെയും ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, AB. ആ പോയിന്റിന്റെ പ്രത്യേകത നോക്കിയേ. ഇവിടെ x സൂചക സംഖ്യ നോക്കുക, y സൂചക സംഖ്യ നോക്കുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 5 ആയിരിക്കും. നോക്കിയേ, 7 കുറക്കണം 2 എത്രയാ? 7ൽ നിന്ന് 2 കുറച്ചാൽ 5 അല്ലേ? ഓക്കെ. അതേപോലെ ഇതും നോക്കിയേ, 9 കുറക്കണം 4 എത്രയാ? 9ൽ നിന്ന് 4 കുറച്ചാൽ 5 അല്ലേ? അപ്പോൾ x സൂചക സംഖ്യയും y സൂചക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 ആയിരിക്കും. ക്ലിയർ അല്ലേ? x - y = 5 നമ്മൾ അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ലൈൻ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ നോക്കിയേ, നമ്മൾ ആ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് സൂചക സംഖ്യ തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. ഇതൊരു നേർരേഖയാണ്. ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ.
ക്ലിയർ? അത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. y ഈക്വൽ ടു 2x. സിമ്പിൾ ആണ്, ഈ കാര്യം അതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. y ഈക്വൽ ടു 2x. ഇൻപുട്ട് ബാറിലേക്ക് വരുന്നു, y എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഈക്വൽ ടു ഇടുന്നു, 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു, സ്മോൾ ലെറ്റർ x കൊടുക്കുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. എന്താ പ്രത്യേകത? ആദ്യം തന്നെ നോക്കുക, ഒറിജിനിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ? ഒറിജിനിലൂടെ 0,0 കടന്നു പോകുന്നത്. 0,0 കടന്നു പോകുന്നത്. അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇനി നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ഇവിടെയും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കി നോക്കിയേ, ഇവിടെ എക്സ് സൂചക സംഖ്യ നോക്കുക, വൈ സൂചക സംഖ്യ നോക്കുക. എക്സ് എത്രയാണോ അതിന്റെ ഡബിൾ ആണ്, അതിന്റെ ഇരട്ടിയാണ് വൈയിൽ കാണാൻ പറ്റുന്നത് അല്ലേ? ഇവിടെ എക്സ് സൂചക സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്, അതിന്റെ ഇരട്ടിയാണ് 2. അതേപോലെ ഇവിടെ നോക്കിയേ, ബി നോക്കുക, ബിയിൽ എക്സ് എന്ന് പറയുന്നത് 2 ആണ്, അതിന്റെ ഇരട്ടിയാണ് 4. അതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതും ഒറിജിനിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സോ അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. The y index is twice the x index. The line passes through the origin. y സൂചക സംഖ്യ x സൂചക സംഖ്യയുടെ ഇരട്ടിയാണ്. ഈ രേഖ ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. അതും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കാം. 2x പ്ലസ് y ഈക്വൽ ടു 5. 2x പ്ലസ് y ഈക്വൽ ടു 5. താഴെ ഇൻപുട്ട് ബാർ എടുക്കുന്നു, 2x എന്ന് കൊടുക്കുന്നു, പ്ലസ് കൊടുക്കുന്നു, y ഈക്വൽ ടു 5. 2x പ്ലസ് y ഈക്വൽ ടു 5 അതേപോലെ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കൃത്യമായിട്ട് ഇക്വേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓൾജിബ്ര വ്യൂ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ആ ഒരു ലൈന് വന്നിട്ടുണ്ട്. ഈ ഒരു ലൈനിൽ നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, അതേപോലെ ഇവിടെയും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എന്താ പ്രത്യേകത എന്ന് നോക്കുക. അതായത് എക്സ് എത്രയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, എക്സ് സൂചക സംഖ്യയുടെ ഇരട്ടിയോട് y സൂചക സംഖ്യ കൂട്ടിയാൽ 5 കിട്ടും. അതാണ് ഇവിടെ വരുന്നത്. എത്രയാ? എക്സ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. 2ന്റെ ഇരട്ടി എത്രയാ? 4 അല്ലേ? ആ 4നോട് y സൂചക സംഖ്യ എത്രയാ? 1 അല്ലേ? ആ 4നോട് 1 കൂട്ടിയാൽ എത്രയാ? 5 അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയില്ലേ 2x പ്ലസ് y ഈസ് ഈക്വൽ ടു 5. ഇനി വേറെ ഒരു പോയിന്റ് ഇവിടെ 2, ഞാനിവിടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 0,5. അപ്പൊ എക്സിന്റെ ഇരട്ടിയാണ്, അപ്പൊ ഇവിടെ 0 തന്നെ. 0 പ്ലസ് 5 തന്നെ. ഇനി വേറെ എവിടെയെങ്കിലും ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ആ ഒരു പോയിന്റിന്റെ സൂചക സംഖ്യകൾ നോക്കുക. എക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നോക്കുക, വൈ എന്ന് പറയുന്ന ഭാഗത്ത് നോക്കുക. എക്സിന്റെ ഇരട്ടി എടുക്കുക. 1ന്റെ ഇരട്ടി എത്രയാ? 2 അല്ലേ? ആ 2നോട് വൈന്റെ ഭാഗത്തുള്ള y സൂചക സംഖ്യ കൂട്ടുക. 2നോട് 3 കൂട്ടിയാൽ 5. അപ്പോൾ എക്സ് സൂചക സംഖ്യയുടെ ഇരട്ടി എടുത്തിട്ട് y സൂചക സംഖ്യ കൂട്ടിയാൽ 5 കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കൃത്യമായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദ സം ഓഫ് ട്വൈസ് ദ എക്സ് ഇൻഡെക്സ് ആൻഡ് ദ വൈ ഇൻഡെക്സ് ഈസ് 5. അപ്പോൾ അത് രണ്ടും കൂട്ടിയിട്ടുള്ള എക്സിന്റെ ഇരട്ടി കണ്ടിട്ട് y തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 ആണ് കിട്ടുക. എക്സ് സൂചക സംഖ്യയുടെ ഇരട്ടിയും y സൂചക സംഖ്യയും തമ്മിലുള്ള തുക 5 ആണ്. ക്ലിയർ? ഇനി ഇത്ര സമയവും നമ്മൾ ചെയ്തതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഇനിയുള്ള 2 എണ്ണം. സിമ്പിളാണ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, സ്ക്വയർ ആണുള്ളത്. ഒരു രണ്ടാകൃതി സമവാക്യം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇത്തരത്തിൽ വന്നാൽ എങ്ങനെയാണ് നമുക്ക് ഇൻപുട്ട് ബാറിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ചെയ്തു നോക്കാം. ഞാൻ വീണ്ടും തിരിച്ച് ജിയോജിബ്രയിലേക്ക് വരികയാണ്. ജിയോജിബ്രയിൽ താഴെ y എന്ന് കൊടുക്കുന്നു, സ്മോൾ ലെറ്റർ y കൊടുക്കുന്നു, ഈക്വൽ ടു കൊടുക്കുന്നു, എക്സ് കൊടുക്കുന്നു. അത്ര വരെ വ്യത്യാസമൊന്നുമില്ല. ഇനി സ്ക്വയർ കൊടുക്കണം. ഡയറക്റ്റ് 2 എന്ന് ടൈപ്പ് ചെയ്യരുത്. 2 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്ക്വയർ ആയിട്ട് വരില്ല. സ്ക്വയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് 6 എന്ന് പറയുന്ന കീയില്ലേ, ഈ ഒരു ചിഹ്നമില്ലേ, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ക്വയർ ആയിട്ട് വരും. ഇനി ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കിയേ. ഇപ്പൊ നമ്മുടെ ഓൾജിബ്ര വ്യൂവിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കാണാം. ഇവിടെ നമുക്കൊരു പെരാബോളയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പെരാബോളയാണ്. നോക്കാം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദ ഷേപ്പ് ഈസ് എ പെരാബോളയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു രണ്ടാകൃതി സമവാക്യം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതും നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കൊടുക്കേണ്ട അടുത്തൊരു ചോദ്യമുണ്ട്. ഇത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്നാണ് കൊടുക്കാൻ പറയുന്നത്. നോക്കാം. ഞാനിവിടെ ഇൻപുട്ട് ബാറിൽ എക്സ് സ്ക്വയർ കൊടുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം 6 എന്ന് പറയുന്ന ഒരു കീ. നമുക്ക് ആ ഒരു സിമ്പിളാണ് വേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? കൃത്യമായിട്ട് എക്സ് സ്ക്വയർ എന്ന് കൊടുത്തു. എക്സ് സ്ക്വയർ പ്ലസ്
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ക്ലിയർ, വൈ സ്ക്വയർ ഈക്വൽ ടു 2. ഇനി ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കിയേ. ഈ പരാബോള നോക്കട്ടെ, അത് നമ്മൾ നേരത്തെ വരച്ചതാണ്, അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താ? ഒരു സർക്കിൾ അല്ലേ, ഒരു വൃത്തമാണ് കിട്ടിയത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വൃത്തമാണ് കിട്ടുക. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൽ 6 റേഡിയസ് ആണ്. ആർ മീൻസ് റേഡിയസ്. അപ്പോൾ ആർ സ്ക്വയറിന്റെ വാല്യൂ ആണ് ഇവിടെ 2 കൊടുത്തത്. ആർ സ്ക്വയർ 2 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? √2 അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു സർക്കിളിന്റെ ആരം എന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത് √2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് റേഡിയസ് 4 ഉള്ളത് വരക്കണ്ടിക്കലോ. റേഡിയസ് 4 ഉള്ള ഒരു വൃത്തം നമുക്ക് വരക്കണ്ടിക്കൽ എന്ത് ചെയ്താൽ മതി? റേഡിയസ് 4 വരക്കണ്ടിക്കൽ ആർ സ്ക്വയർ 16. അപ്പോൾ 16 എന്ന് കൊടുത്തിട്ട് വരച്ചാൽ മതി. 4 ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുന്ന റേഡിയസ്. ഒന്ന് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 16. ആർ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 16 കൊടുത്തത്. ഓക്കെ, ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കൃത്യമായിട്ട് ഇക്വേഷൻ വന്നിട്ടുണ്ട്. വലിയൊരു സർക്കിളും ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് നോക്കി, ഇത് ഇവിടെ 0 ഉണ്ട്. 1 2 3 4 റേഡിയസ് നോക്കി 4 അല്ലേ. അപ്പോൾ 4 ആണ് ഇവിടെയുള്ള റേഡിയസ്. കൃത്യമായിട്ട് നമ്മൾ ആ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ജിയോജിബ്രയിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്.